ഉണ്ടാക്കി ക്രാഷ് ആക്കണം എന്ന് തന്നെ ചിന്തിച്ചു. അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലൈറ്റാണ്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള കാരണം ആ മനസ്സിലായ തീ രാവും പകലും ഞാൻ ഇട്ട് കത്തിച്ചത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ കത്തിച്ച് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു തീ ഗോളമാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കൂടലിലാണ്. കൂടലിനടുത്ത് ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ടുണ്ട്. ആ ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചേട്ടാ, ഇത് എവിടെ കൊണ്ടുപോകാനാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് കുറെ നാൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടേ. ഒന്ന് പായലൊക്കെ പിടിച്ചു, അതേപോലെ പെയിന്റ് ഒക്കെ സ്വല്പം ഒന്ന് പോയി. എന്നാൽ പുട്ടിയിട്ട് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന 17-ാം തീയതി രാക്ഷസൻ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫ്ലൈറ്റ് ഒന്ന് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് അവിടെ കണ്ണാടിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ന്യൂസ് ചാനലും അതേപോലെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ജനീഷ് കുമാർ MLA എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് കുട്ടപ്പനാക്കിയേ പറ്റത്തുള്ളൂ. അതിനുള്ളൊരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി പെയിന്റ് ഒക്കെ അടിക്കണം. അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനൂടെ കൂട്ടിയത് 23-ാമത്തെ റെക്കോർഡിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതെ അതെ എല്ലാം കൂടെ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ഏഷ്യാനെറ്റ് ചാനലുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ മീഡിയാസ് ഉണ്ടായിരുന്നു. അതേപോലെ ചെറിയ ചെറിയ ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം യൂട്യൂബർമാർ ഒരുപാട് വന്നു. ഇതിപ്പം ചേട്ടനിപ്പം വന്നെടുക്കുന്നത് 23-ാമത്തെ വ്യക്തിയാണ്. വളരെ ഉപകാരം. കാരണം വൈറലാകണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ ഇത് ചെയ്യാൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറെ എപ്പോഴും കൂടെ വേണം, അല്ല എങ്കിൽ ആളുടെ കൂടെ ഒന്ന് സഹകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഞാൻ ഒടുവിൽ അത് നിവൃത്തിയാക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ പോകുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിയതൊക്കെ. രണ്ടുപേരുടെയും പേരെന്തുവാ? ഗോഡ്സോൺ. നിങ്ങൾക്ക് എന്താ ആഗ്രഹം? മോൾക്കോ? എന്താ കാരണം? എന്താ മക്കളുടെ? ഓക്കെ, ഇത് ഉണ്ടാക്കി തന്നതാരാ വിമാനം? പപ്പ ആണ് ഇതിന്റെ എഞ്ചിനീയർ. ഓക്കെ, ഇതിലാണ് നിങ്ങൾ ഇനി മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഇത്രയും ഫോളോവേഴ്സിനെ കിട്ടാനുള്ള കാരണം എന്താണ് ചേട്ടാ? ഇത്രയും പെട്ടെന്ന് കിട്ടാനുള്ള കാരണം അതൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? ഞങ്ങൾക്ക് അതിലൊക്കെ അത്ഭുതം വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുണ്ടായ ഒരു തീയാണ്. ആ തീ അങ്ങ് കത്തിപ്പടരുകയായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു തിക്തമായ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്, കുഞ്ഞുങ്ങൾക്കും എനിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വരുന്നു. ആ അനുഭവം കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്ത് ചെയ്താൽ നമുക്ക് വൈറലാകാം, ലോകം മുഴുവനും എങ്ങനെ നമ്മളെ അറിയപ്പെടും. അങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ രാവും പകലും ഇല്ലാതെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു. ഒരുപാട് ചിന്തകൾ വന്നു. ഇതൊന്നും വൈറലാകത്തില്ല, അല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മളെ എത്തിക്കത്തില്ല. പക്ഷെ ആദ്യ അവസാനവുമായിട്ട് എപ്പോഴും ചിന്തിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരേ ഒരു കാര്യമാണ് ഒരു ഫ്ലൈറ്റ് ക്രാഷ്. നമ്മളിപ്പോൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായാൽ ലോകം മുഴുവനും അറിയപ്പെടും എന്നുള്ളൊരു വസ്തുതയും അത് സത്യവുമാണ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ക്രാഷ് ആക്കണം എന്ന് തന്നെ ചിന്തിച്ചു. അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലൈറ്റാണ്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള കാരണം ആ മനസ്സിലായ തീ രാവും പകലും ഞാൻ ഇട്ട് കത്തിച്ചത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ കത്തിച്ച് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു തീ ഗോളമാണ് ഈ കിടക്കുന്നത്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയം കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവം ഈ ഒരു പ്രവൃത്തി എന്നിൽ കൂടെ ചെയ്തത്. കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആകണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ജനങ്ങൾ ഇത് മുഴുവൻ ഏറ്റെടുത്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും എടുത്തൊരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് ലോകം മുഴുവനും അറിയാനും ഇടയായി. സ്കൂളിൽ നിങ്ങളെ എങ്ങനെ അറിയപ്പെടുന്ന മക്കളെ? അതിനുണ്ടായ കാരണങ്ങൾ എന്താ മക്കളെ? നിങ്ങൾ ഇവരെ പറയുന്നത് ഇവരെ ഒരു യൂട്യൂബറെ കാണാപ്പോൾ വിഷമിച്ചിറങ്ങി വന്നെന്ന് പറയാം. യൂട്യൂബറെ കാണാൻ സാധിച്ചില്ല. അവരവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനെ കൊണ്ട് കഴിഞ്ഞില്ല. അവരവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി വന്ന് വലിയ വായിലെ കരയുകയും
അവിടുന്ന് ആ കുഞ്ഞുങ്ങളുടെ പിതാവ് മക്കളെ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ നിങ്ങളുടെ എന്ന് പറയുകയും അങ്ങനെ വന്ന് അവർ മക്കളും ഇവരുടെ അമ്മയും പിതാവും കൂടെ ചേർന്ന് ഈ ഫ്ലൈറ്റ് നിർമ്മിച്ച് അവരെ കാണിച്ചു കൊടുത്ത് ലോകം മൊത്തവും മില്യൺ കണക്കിന് ആൾക്കാർ ഇത് കാണാൻ ഇടയാവുകയും അങ്ങനെ ഇവരെ വലിയൊരു യൂട്യൂബറായി മാറുകയും ചെയ്തു. ഇനി ഇതിലും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവർ നേടിയെടുക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് ചേട്ടാ? എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ്. ഇത് ഇടാനുണ്ടായ കാരണം എന്താണ് ഇങ്ങനെ ഒരു പേര്? ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നതാണുള്ള കാരണം, ഗോഡ്സ് ഓൺ എന്നത് എൻ്റെ മകൻ്റെ പേരാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ പ്രയാസവും അവരുടെ കണ്ണുനീരും മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളുടെ പേര് തന്നെ ആയിക്കോട്ടെ എൻ്റെ ചാനലിലും എന്ന് ഞാൻ കണ്ടു. അങ്ങനെയാണ് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്ന് ഇടുന്നത്. ചേട്ടാ, അടുത്ത ചേട്ടൻ്റെ ഇതിലും വലിയ അത്ഭുതങ്ങൾ വല്ലതും ആ ചേട്ടൻ്റെ മനസ്സിലുള്ള പ്ലാനിങ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പ്ലാനിങ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ കാശിന്റെ ഒരു പരിമിതി നമ്മുടെ മുമ്പിൽ ഉണ്ട്. കാരണം സാമ്പത്തികം എല്ലാത്തിനും നമുക്ക് എടുത്ത് അങ്ങനെ മുടക്കാൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മുടക്കിയാലും തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ എന്തായാലും കൊള്ളാം, ഒരു 1.5 മാസത്തിനുള്ളിലായിട്ട് അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിലായിട്ട് നല്ല ഒരു സെറ്റപ്പ് പ്രോഗ്രാമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരും. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ചാനലും ഈ കൂട്ടത്തിൽ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. എന്തായാലും വെടിക്കെട്ട് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു.